ഇപ്പം ഉമ്മൻചാണ്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കർക്കശമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല. ആ കാലമല്ലെന്നേ ഇതിപ്പോൾ ഇവിടുത്തെ പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെയുള്ള സ്റ്റേറ്റ് ലീഡേഴ്സിന് പോലും ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. വേണു ഇതിൻ്റെ അകത്ത് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുന്നയാളാണ്. അതൊന്നുമല്ല, ഇന്ന് വരെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. CPM-ഉമായിട്ട് കോൺഗ്രസ്സിൽ ഇന്ന് കാണുന്ന പല നേതാക്കന്മാരും CPM മുന്നണിയിൽ പോയിട്ടുണ്ട്. ഒരാളുമായിട്ട് ഞാൻ എനിക്കുണ്ടാകുന്ന ബന്ധത്തെ മുറിച്ച് കളയാറില്ല. ഞാൻ അതുകൊണ്ട് രമേശ് ചെന്നിത്തല തള്ളി പറയാനോ ഒന്നും ഞാൻ പോകില്ല. സത്യസന്ധമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പഴയ കാലത്തെ പോലെ ത്യാഗവും കാണിച്ച് പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലും യാത്ര ചെയ്ത് പിന്നെ ഒറ്റമുണ്ട് കൊടുത്ത് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജോസഫ് വാഴക്കൻ. താങ്ക് യു. രാഷ്ട്രീയത്തിൽ ഒരു വേറിട്ട മാതൃക, അതാണ് അങ്ങിപ്പോൾ കേരളത്തിന് കാട്ടിത്തരുന്നത്. നേതാക്കൾ പറഞ്ഞൊരു ഉറപ്പിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നു. ആയിരക്കണക്കിന് പോസ്റ്ററുകൾ പ്രിൻ്റ് ചെയ്ത് ഫ്ലെക്സ് ബോർഡുകൾ അടിച്ച് മണ്ഡലത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകി ശക്തമായ പ്രചരണത്തിലേക്ക് കടന്ന ആ നിമിഷം പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടികയിലൊരു മാറ്റം. മറ്റ് പാർട്ടികളിൽ പലതും ഇപ്പോൾ CPM-നുള്ളിൽ നിരവധി പൊട്ടിത്തെറികൾ നമ്മൾ കാണുന്നു. 1-2 ഏകദേശം 5 സീറ്റുകളിലാണ് CPM വിമതർ രംഗത്തിറങ്ങിയത്. പക്ഷേ ഇപ്പുറത്ത് ഏത് സീറ്റിലേക്ക് വേണമെങ്കിലും ഇടതുപക്ഷം അങ്ങയെ നിർദ്ദേശിക്കും എന്ന സ്ഥിതിവിശേഷമുണ്ടായിട്ടും പാർട്ടി നേതാക്കളെ പലരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു പൈതൃകവും പാരമ്പര്യവും ഒക്കെ അവകാശപ്പെട്ട അങ്ങ് വലിയൊരു പക്വത കാട്ടി. കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരുവിധ അപസ്വരങ്ങളും ഉയർത്തിയില്ല. നേതാക്കളുമായി സമരസപ്പെട്ട് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നു. തീർച്ചയായും ഒരു മാതൃകയാണ് അങ്ങ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, പാർട്ടി നേതാക്കൾക്ക്, അണികൾക്കൊക്കെ കാട്ടിക്കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഈ ഒരു വെട്ട് നമുക്ക് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ? അത് എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ പല കാരണങ്ങളുണ്ടാകും. അപ്പം അത് എന്നെ സംബന്ധിച്ച് അതൊന്നും എന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാനിപ്പോൾ വലിയ ആദർശധീരനോ ഒന്നും ആയിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്കിതൊന്നും വലിയ എന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ രാഷ്ട്രീയം കൊണ്ട് ഞാൻ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും എനിക്ക് നേടിയിട്ടുള്ളതല്ല. കുറച്ച് സൽപ്പേരുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ പോയാലും എനിക്കുള്ള ബന്ധങ്ങളുണ്ടാക്കി, അതൊക്കെ വലിയ കാര്യമാണ്. അല്ലാതെ എനിക്ക് വലിയ മറ്റ് നേട്ടങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാനങ്ങൾ എന്നെ ഒരുപാട് അങ്ങ് സന്തോഷിപ്പിക്കത്തൊന്നുമില്ല. ഒരുപാട് എൻ്റെ യഥാർത്ഥത്തിൽ ഇതൊന്നും ആളുകൾ ചിലപ്പം വിശ്വസിച്ചെന്ന് വരികയില്ല, പക്ഷേ എന്നെ അങ്ങനെ ഒരുപാട് സന്തോഷിപ്പിക്കാറില്ല. നഷ്ടപ്പെട്ടു പോയാൽ ഒരുപാട് ദുഃഖവും അതുകൊണ്ട് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച സീറ്റല്ല. ഞാൻ അത് പരസ്യമായിട്ട് തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ ചോദിച്ചൊരു സീറ്റല്ല. എന്നോട് പാർട്ടി ഇങ്ങോട്ട് നിർദ്ദേശിച്ചതാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എന്നോട് പറഞ്ഞു ഏറ്റുമാനൂർ വാഴയ്ക്കാൻ നോക്കണം. അവരും മനഃപൂർവ്വമൊന്നുമല്ല, അവർ പല സാഹചര്യങ്ങൾ നോക്കി അവിടെ വാസവൻ മന്ത്രിയാണ് നിൽക്കുന്നത്, പല കാരണങ്ങൾ കൊണ്ട് ഞാൻ നിൽക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി. കാരണം എൻ്റെ പഴയ തട്ടകമാണ് ഏറ്റുമാനൂർ. ഞാൻ അവിടെ നിന്ന് 92 തെരഞ്ഞെടുപ്പിൽ KPCC മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്. ട്രേഡ് യൂണിയനുകളൊക്കെ എൻ്റെ ആയിരുന്നു. 10-25 കൊല്ലത്തോളം ഞാൻ അവിടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഒരു പക്ഷേ തിരുത്തലവാദം ഉണ്ടായപ്പോൾ തിരുത്തലവാദത്തിൻ്റെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഏറ്റുമാനൂർ. അതൊക്കെയെന്ന് വെച്ചാൽ അന്ന് ഞാനായിരുന്നു എൻ്റെ നേതാവ്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് വലിയ ഒരു ബന്ധമുള്ള ഒരു തട്ടകം എന്നുള്ള നിലയിലും മാറിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വാസവനാണ് സ്ഥാനാർത്ഥി മറുഭാഗത്ത് നിന്നുള്ളത് കൊണ്ട് ഞാൻ നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിയിൽ വന്ന് എന്നോട് പറഞ്ഞു. ഞാനിതാദ്യം സ്വീകരിച്ചതല്ല. കാരണം എനിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പിൽ. സത്യത്തിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം 3 ജില്ലകളിലായി ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നു. ഇതുവരെ ഒരു ആലപ്പുഴ, കുട്ടനാട് വരെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു ആൾ എന്നുള്ള നിലയിൽ പാർട്ടി എന്നോട് ഒരു ഉത്തരവാദിത്വം ചോദിച്ചു, ഇന്നത് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റൊരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് വേറൊരു സംശയം ഉണ്ടാവാത്തത്. അപ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്ന പിന്നെ DCC പ്രസിഡൻറ്റ് ആട്ടവ് സുരേഷ്, അപ്പോൾ സുരേഷിനും സമ്മതിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ കോട്ടയം ജില്ലയിലെ പ്രധാന നേതാക്കളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു. സുരേഷും സമ്മതിച്ചു. സുരേഷ് കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റുമാനൂർ സമ്മതിച്ചു. അങ്ങനെ ഇതൊക്കെ സ്മൂത്തായി ഒരു തർക്കവും പ്രശ്നമില്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്നോട്ട് പോയി. ഒരു മാസക്കാലത്തോളം അതിൻ്റെ ഗ്രൗണ്ട് വർക്കുകൾ ഒരുക്കി ഒരുപാട് സാമുദായിക മറ്റ് സാമൂഹിക സംഘടനകളും നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള വലിയ ഇൻട്രാക്ഷൻസൊക്കെ നടത്തി വലിയ പഴയ ബന്ധങ്ങളെല്ലാം ഒന്ന് പുനഃസ്ഥാപിച്ചു. പഴയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ രാഷ്ട്രീയം നിർത്തിയവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ തട്ടി ഉണർത്തി
അങ്ങനെ ഒന്ന് കളവൊക്കെ ഒന്ന് സജീവമായി നിൽക്കുന്ന ഒരു സമയത്ത്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ ലാസ്റ്റ് നിമിഷവും ഞാൻ എല്ലാ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാം പറഞ്ഞ കോട്ടയം ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കൻ്റെ പേര് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അല്ല, അത്ര ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പോസ്റ്റർ അടിക്കുന്നത് തന്നെ. അതെല്ലാം പ്രിന്റ് ചെയ്യാനുള്ള, കാരണം ഒന്നാമത് ടൈമില്ല, അതെ, സമയം അങ്ങ് നീണ്ടു കാഞ്ഞിരപ്പള്ളിയിൽ അവസാന നിമിഷമാണ്. അത് ഇതെന്ന് വെച്ചാൽ അന്നൊക്കെ എന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ കഴിയുമ്പോഴേ നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങുള്ളൂ. ഇത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന പിറ്റേന്ന് രാവിലെ നോട്ടിഫിക്കേഷനാണ്. ഇന്നലെ പിന്നെ തിങ്കളാഴ്ച കഴിഞ്ഞു, നോമിനേഷനും കഴിഞ്ഞു. വളരെ സ്പീഡിലാണ് പ്രചരണം. 15 ദിവസം, അതിനകത്ത് ഒരാഴ്ച പിന്നെ ഹോളി വീക്ക്. ഇത് കാരണമാണ് ഞാൻ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എതിർ സ്ഥാനാർത്ഥി കളം നിറഞ്ഞു കഴിഞ്ഞു ഒരാഴ്ചയായിട്ട്. അതുകൊണ്ടാണ് ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയലും തയ്യാറാക്കി വെച്ച് ലാസ്റ്റ് ഒരു പേരേ ഉള്ളൂ, സ്ക്രീനിങ് കമ്മിറ്റിയും ക്ലിയർ ചെയ്തു, ഒറ്റ പേരേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രിൻ്റ് ചെയ്തോളാൻ പറഞ്ഞത്. സത്യത്തിൽ അത് കഴിഞ്ഞപ്പോൾ പ്രിൻ്റ് ചെയ്തോളാൻ പറഞ്ഞത്. ഒരു രാത്രി ഇരുട്ടി നേരം വെളുത്തപ്പോഴത്തേക്കും പോയി എന്ന് പറഞ്ഞു. പിന്നെ എനിക്കത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനകത്തൊരു പിന്നെ വലിയ ഒരു വിഷമമൊക്കെ തോന്നിയെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ പിന്നെ അതിജീവിച്ച് പിന്നെ ഞാൻ വളരെ സമയത്ത് ഒരു രാഷ്ട്രീയ പാരമ്പര്യം എം ജേക്കബ് കൈപിടിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് കെ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായി മാറുന്നു. അതിനുശേഷം അന്ന് ഐ ഗ്രൂപ്പിലെ പ്രമുഖനായ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അങ്ങ് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ശക്തിയായി ജോസഫ് വാഴക്കൻ എന്ന പേര് കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നു. ആ തലത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ ഘട്ടത്തിൽ അങ്ങ് പെട്ടെന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ വലിയ ചില വിഷമങ്ങൾ, ചില നന്ദികേടുകൾ ഒക്കെ സ്വാഭാവികമായി തോന്നുന്നില്ല. ഇതിനകത്ത് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. എപ്പോഴും എന്നെ ഇങ്ങനെ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാറുണ്ട്. ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. എൻ്റെ സുഹൃത്താണ് രമേശ് ചെന്നിത്തല. ഞങ്ങൾ ലോ കോളേജ് ഹോസ്റ്റലിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുള്ള ആളുകളാണ്. ഞാൻ അക്കാഡമിയിലാണെങ്കിലും രമേശിൻ്റെ റൂമിൽ ലോ അക്കാഡമിയിൽ പോയി താമസിക്കും. ഞങ്ങൾ ലോ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കും. ഞങ്ങളങ്ങനെ അതിനു മുമ്പ് കോട്ടയം ജില്ലയിലുണ്ടായിരുന്നപ്പോൾ മുതലുള്ള സുഹൃത്തുക്കളാണ്. ഒരു 50 വർഷത്തോളമായി എനിക്ക് വളരെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ ആ സുഹൃത്ത് ബന്ധത്തിൽ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലാണ് വന്നിട്ടുള്ളവർ, ഞങ്ങൾക്ക് താഴെ വന്നിട്ടുള്ളവർ ഇന്ന് കോൺഗ്രസ് നയിക്കുന്ന എല്ലാ നേതാക്കന്മാരും പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. പിന്നെ അവരൊക്കെ പിന്നെ രാഷ്ട്രീയത്തിൽ പിന്നീട് ഓരോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ അവരെത്തി. അവരൊക്കെ എത്തിയപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഒരു പ്ലാറ്റ്ഫോം അവർക്കുണ്ടായി. ഞാൻ പിന്നെ രമേശ് ചെന്നിത്തലയായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധം മുറിച്ചിട്ടില്ല. രമേശ് എന്നുള്ളതല്ല, ഒരാളുമായിട്ട് ഞാൻ എനിക്കുണ്ടാകുന്ന ബന്ധത്തെ മുറിച്ച് കളയാറില്ല. ഞാൻ ആ സ്നേഹബന്ധം നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് രമേശ് ചെന്നിത്തല തള്ളി പറയാനോ ഒന്നും ഞാൻ പോകില്ല. അങ്ങേർക്കൊരു വിഷമം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ഒരുപാട് അവിശുദ്ധ ബന്ധങ്ങളോ മറ്റ് ഏർപ്പാടുകളോ മാനിപ്പുലേഷനുകളോ ഒന്നും ഉള്ളതല്ല. ഞാൻ രാഷ്ട്രീയമായി എനിക്ക് വ്യക്തിപരമായ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുടെ ഏത് ബുദ്ധിമുട്ടും പ്രയാസമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് രമേശ് എന്ന് മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരാളെയും ഉപദ്രവിക്കാൻ ഇറങ്ങുന്നൊരു സ്വഭാവമല്ല. എനിക്ക് കുറേ ഇല്ലാത്ത കുറേ അപവാദങ്ങളിൽ ചാർത്തപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നിലപാട് മാറ്റാത്തത് കൊണ്ടാണ്. അതെ, നിലപാടുകൾ എപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ തലയിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലാതെ ഞാനായിട്ട് പ്രത്യേകിച്ച് ആരെയും ഉപദ്രവിക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആർക്കും അത് പറയാനും കഴിയില്ല. അല്ല, പലരും ചാൻസ് കിട്ടുമ്പോൾ സ്ഥാനം നോക്കി അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ ഗ്രൂപ്പുകൾ ചാടും. നമുക്കറിയാം, കോട്ടയം ജില്ലയിൽ ഇപ്പോൾ തിരുവഞ്ചൂർ ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു, എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്നു. പക്ഷെ പിന്നീട് KC ഗ്രൂപ്പിലേക്ക് ചേക്കേറി. അങ്ങനെ പലരും ഐ ഗ്രൂപ്പിൽ നിന്നും എ ഗ്രൂപ്പിൽ നിന്നും KCയിലേക്ക് ആകൃഷ്ടരായി. KCയുമായി വളരെ അടുത്ത ഒരു ആത്മബന്ധം അങ്ങേക്കുണ്ടായിരുന്നു. കാരണം KC മുഖ്യധാര പൊളിറ്റിക്സിൻ്റെ ഭാഗമാകുമ്പോൾ അങ്ങ് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഒരു പക്ഷേ അത്തരം ചില ബന്ധങ്ങൾ മറന്ന് പുതിയ ബന്ധങ്ങളിലേക്കൊക്കെ എത്തിപ്പിടിച്ചിരുന്നു എങ്കിൽ അവരൊക്കെ അങ്ങേ പലപ്പോഴും പല ഘട്ടങ്ങളിലും സംരക്ഷിക്കാൻ ഇറങ്ങി വരില്ലായിരുന്നു. അത് എനിക്ക് ഈ ബന്ധങ്ങളൊന്നും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അവരൊക്കെ നമ്മുടെ വളരെ അടുത്ത എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകരായിരുന്നു എല്ലാവരും. എനിക്ക് അവരെയൊക്കെ വിളിക്കാനും പറയാനും ഒക്കെ ഉള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. സ്വകാര്യ സംഭാഷണത്തിലൊക്കെ അവരോട് എന്ത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്.
പക്ഷെ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ ഇവരൊക്കെ തമ്മിലുള്ള മത്സരങ്ങളുണ്ടായി കുറേയൊക്കെ. സ്വാഭാവികമാണ്, രാഷ്ട്രീയത്തിൽ ആരും സന്യസിക്കാൻ നിൽക്കുന്ന ആളല്ല. എനിക്ക് അങ്ങനത്തെ വലിയ മോഹങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരൊക്കെ തമ്മിൽ ഉള്ള ഒരു മൂപ്പളോ തർക്കമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കുമൊക്കെ ഞാൻ അതിൻ്റെ അകത്തൊരു കക്ഷിയാകാൻ അധികം നിന്നിട്ടില്ല. ഞാൻ പിന്നെ രമേശ് ചെന്നിത്തല പിന്നെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നൊക്കെ പുറത്തായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്നാലാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു സഹായമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുന്നൊരു സമയത്ത് ആളിനെ തള്ളി പറയുന്ന അത്ര മാന്യതയുള്ളൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ആരുടെ കാര്യത്തിലാണെങ്കിലും. ഞാൻ ആ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ല, 17 വർഷം 2004 മുതൽ 17 വരെ 21 വരെ ചാനൽ ചർച്ചയിൽ സജീവമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ. ആ സമയത്ത് ഈ UDF-ലുള്ള ഏത് നേതാവിൻ്റെ പ്രശ്നത്തിലും അത് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും KM മാണിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടായ മുഴുവൻ വിവാദങ്ങളിലും ഒരു ഭാഗത്ത് ഞാൻ കൈയും മെയ്യും മറന്ന് ഞാൻ ആക്ട് ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാവരും ഒന്നും അംഗീകരിക്കണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റേതായ വാദമോഹങ്ങൾ നിരത്തി ഞാൻ അവർക്കൊക്കെ എതിരെ ഉണ്ടാകുന്ന ഓരോ ആരോപണങ്ങളും വളരെ കൃത്യമായി ഞാൻ അതിനൊക്കെ നേരിട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നമ്മുടെ UDF ടീമോ കോൺഗ്രസ് അതിനകത്ത് ഞാൻ ഒരാൾക്കും മോശം ഉണ്ടാക്കുന്ന പണി ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ. പക്ഷേ അതൊന്നും എല്ലാവരും അംഗീകരിച്ചെന്ന് വരില്ല. ചുമ്മാ നമ്മുടെ തലയിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ആളുകൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഗ്രൂപ്പ് മാനേജർ എന്നൊക്കെ പറഞ്ഞ് ഓരോ പോസ്റ്റ്, ബെന്നിക്ക് എയുടെ മാനേജർ, ഞാൻ ഐയുടെ മാനേജറൊന്നും അല്ലെന്നേ. ഈ മാനേജറാണെങ്കിൽ ഈ I ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു ഇതെല്ലാം. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ടീമായിരുന്നു ഇവരൊക്കെ. ഗ്രൂപ്പിൻ്റെ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ചവർ തന്നെയാണ് ഇവരെല്ലാവരും. ഗ്രൂപ്പിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ച് തന്നെയാണ് ഇവരൊക്കെ വന്നതും നിന്നതും ഓരോ സ്ഥാനങ്ങളിൽ എത്തുന്നതൊക്കെ. അപ്പോൾ അവരെല്ലാവരും ഗ്രൂപ്പാണ്. അപ്പോൾ പിന്നെ അവരൊക്കെ എല്ലാവർക്കും ഓരോ നിലയിലായി കഴിയുമ്പോഴത്തേക്കും പിന്നെ പഴയ കഥയൊക്കെ അങ്ങ് മറന്നു പോയിട്ട് പിന്നെ അതെല്ലാം ഗ്രൂപ്പ്, ഞങ്ങൾ ചുമ്മാ അതല്ലാതെ വെറുതെ ആകാശത്തു നിന്ന് പൊട്ടി വീണതാണ് എന്നൊന്നും പറയുന്നതിലൊന്നൊരു കാര്യമില്ല. അല്ല, ഗ്രൂപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതല്ല വാസ്തവം. 2021 ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടു. കേരളത്തിൽ ഇനി പ്രത്യേക ഗ്രൂപ്പുകളില്ല, കോൺഗ്രസിന് ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് നമ്മൾ നയിക്കുന്ന ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വലിയ ഗ്രൂപ്പ് പോര് തന്നെയല്ലേ ഇപ്പോൾ കണ്ടത്? അങ്ങനെ ഗ്രൂപ്പ് പോരൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാ ആളുകൾക്കും വ്യക്തിപരമായി ഇഷ്ടമുള്ളവരും അനിഷ്ടങ്ങളുള്ളവരും ഒക്കെ ഉണ്ടാകാമല്ലോ. അതൊക്കെ സർവ്വസാധാരണമാണ്. അല്ലെ, ഏത് വിഭാഗത്തില്ല. ഇവിടെ വലിയ നമ്മുടെ ആത്മീയതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പിന്നെ നമ്മുടെ സമുദായ നേതാക്കന്മാരുടെ ഇടയിലില്ലേ, മത നേതാക്കന്മാരുടെ, സഭാ നേതാക്കന്മാർക്കില്ലേ മത്സരങ്ങളില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കൂട്ടുന്നൊന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളോ. അങ്ങയുടെ ഒറ്റപ്പേര് മാത്രം നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു നിർണായക യോഗം അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ദില്ലിയിൽ നടക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവുണ്ട്, KPCC അധ്യക്ഷനുണ്ട്, KC വേണുഗോപാലുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്. ഈ 3 കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി അങ്ങേക്ക് വലിയ ആത്മബന്ധമുണ്ട്. അങ്ങയുടെ ഏറ്റവും പ്രിയ സ്നേഹിതൻ രമേശ് ചെന്നിത്തല മാത്രം അവസാന യോഗത്തിലില്ല. പക്ഷേ ഇവിടെ അങ്ങയുടെ പേര് വെട്ടിമാറ്റപ്പെടുമ്പോൾ കൂടുതൽ പ്രതിരോധം നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ളവർ അവിടെ ചെലുത്തേണ്ടതായിരുന്നില്ലേ? അത് ചില കോമ്പിനേഷനുകളിൽ സംഭവിച്ചതാണ്. അപ്പോൾ ആരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ചിലർ കോമ്പിനേഷനുകൾ പിന്നെ ഇവിടെ ഞങ്ങളൊരു പാക്കേജ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ പാക്കേജിൻ്റെ അകത്ത് വേറെ സ്ഥലത്ത് വെച്ച് പൊട്ടലുകളുണ്ടായപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നേരെ ഇങ്ങോട്ടും വന്നു എന്നുള്ളതാണ് സംഭവിച്ചത്. അത് രാത്രിയിലെ ഒരു പാതിര കഴിഞ്ഞ് നടന്ന ഏറ്റവും അവസാന നിമിഷം നടന്ന ഒരു സംഭവമായതുകൊണ്ട് പലതും റെക്ടിഫൈ ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു കാര്യം. ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ്. വെളുക്കാറായപ്പോഴാണ് ഇങ്ങനെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് കേട്ടത്. ചാനലുകാരെ എന്നെ വിളിച്ചു. കാരണം ഇവരെല്ലാം അകത്തിരിക്കുന്നവരായതുകൊണ്ട് അവരെന്നെ വിളിച്ചില്ല. അപ്പോൾ രമേശ് ചെന്നിത്തലയും വിളിച്ചു. അപ്പോൾ അദ്ദേഹവും വെരിഫൈ ആയിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ നമ്മളത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. നമ്മൾ പോസ്റ്ററും ബാനറും എല്ലാം അടിച്ചു, എല്ലാ സംവിധാനം കിടക്കുന്നു. അപ്പം പിന്നെ അതിനെക്കുറിച്ചൊന്നും പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ആദ്യം വിളിച്ച് ആശ്വസിപ്പിച്ച ഒരു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണോ? ആദ്യം വിളിച്ചത് രമേശ് ചെന്നിത്തല. എല്ലാ നേതാക്കന്മാരും പിന്നെ വിളിച്ചു. എന്നെ അങ്ങനെ ആശ്വസിപ്പിക്കേണ്ട പിന്നെ ആളുകളൊന്നും അല്ലെന്നേ. ഞാൻ ഇവരൊക്കെ പോലെ തന്നെ എനിക്ക് സ്വയം ആശ്വാസം കണ്ടെത്താനും ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഞാനും ഒരുപാട് എനിക്ക് കഴിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കങ്ങനെ പിന്നെ ഹൃദയം പൊട്ടിമരിക്കുന്ന ഒരവസ്ഥയൊന്നും എൻ്റെ ഉണ്ടായി. കാരണം ഞാൻ അത്രമാത്രം ഹാർഡ് കോർ കോൺഗ്രസ്സാണ്. എനിക്ക് അങ്ങുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിൽ ഒരു പക്ഷേ ജനം തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയുടെ
മൂല കാരണം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങയെ വളരെ ക്ലോസായി നിരീക്ഷിച്ച് അങ്ങയുടെ ഒപ്പമുള്ളവരോട് സംസാരിച്ചൊക്കെ ഈ 2011-16 കാലഘട്ടത്തിൽ അന്ന് KM മാണി എന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം. പക്ഷേ ആരോപണത്തിൻ്റെ പിന്തുടർച്ചയെന്നോണം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു. അത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല. പക്ഷേ കോട്ടയം രാഷ്ട്രീയത്തിൽ അന്ന് കേരള കോൺഗ്രസ് ഒരു വികാരമായി നമ്മൾ എടുത്താൽ ആ കേരള കോൺഗ്രസ് വികാരത്തിലേക്ക് ആളിക്കത്തിയത് രമേശ് ചെന്നിത്തല എന്ന കേസെടുത്തതിന് പിന്നിൽ അങ്ങയുടെ ഇടപെടലുകളുണ്ട്. അങ്ങ് അത്തരത്തിൽ പെരുമാറി. പിന്നീട് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നൊരു ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പ്രസരിക്കുന്നത്, അങ്ങ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പ്രസരിക്കുന്നത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ പ്രതിഫലനമായിരുന്നു 2016 ഒരുപക്ഷെ വലിയ തലത്തിൽ അങ്ങ് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. അതായിരുന്നു ആ 2016 മൂവാറ്റുപുഴയിൽ അന്ന് മറ്റൊട്ടനവധി ആരോപണങ്ങൾ അന്നത്തെ UDF സർക്കാർ നേരിട്ടിരുന്നു. അന്ന് അതിലൊന്നും അങ്ങ് നേരിട്ട് ഭാഗവാക്കായിരുന്നില്ല. പക്ഷേ ആരോപണങ്ങളുടെ ഒക്കെ ഓരത്ത്, പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ, മറ്റൊന്ന് ചാനൽ വാർസ് നടക്കുമ്പോൾ അതിലെ ഏറ്റവും ശക്തനായ വക്താവ് എന്ന നിലയിൽ അങ്ങിലേക്ക് പല ആരോപണങ്ങളും എത്തുന്നു, അങ്ങിലേക്ക് പല സംശയമുല്ലങ്ങളും നീങ്ങുന്നു. ഒടുവിൽ ആ ഒരു ട്രെൻഡ് LDFിലേക്ക് തിരിഞ്ഞപ്പോൾ മൂവാറ്റുപുഴയിൽ ഒന്ന് പിഴച്ചു. അതിൽ സ്വന്തം പാർട്ടിയിലുള്ള ചിലരുടെ ചതിവ് ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്ര സത്യം. പിന്നീട് 2021 ഒരു പക്ഷേ അങ്ങയുടെ ഒരു നേതാവിൻ്റെ മുഖം രക്ഷിക്കാൻ വളരെ വൈകി എല്ലാറ്റിനും ഒടുവിൽ അങ്ങയെ മൂവാറ്റുപുഴയിൽ നിന്ന് പറിച്ച് നേരെ കാഞ്ഞിരപ്പള്ളിയിൽ കൊണ്ടുപോയിടുന്നു. ആ കാഞ്ഞിരപ്പള്ളി സീറ്റ് അപ്പോഴേക്കും വളരെ എതിർ സ്ഥാനാർത്ഥി പ്രചരണത്തിലും അവിടെയുള്ള പ്രകടനത്തിലുമൊക്കെ ഏറെ മുന്നേറിയ സമയമായിരുന്നു. ഇന്ന് മാത്രമല്ല, നമുക്കറിയാം 99 സീറ്റുകളോടെ LDF വലിയ തരംഗം ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021. ആദ്യത്തെ വളരെ അങ്ങയുടെ കുറ്റം കൊണ്ടല്ലാതെ മറ്റ് ചില കാരണങ്ങളുമുണ്ട്. ഒരു എതിർ സ്ഥാനാർത്ഥി അവിടെ വളരെ ബുദ്ധിപരമായി പ്ലാൻ ചെയ്ത് അത്തരം ചില നീക്കങ്ങളും അവിടെ നടന്നു. ഞാനത് മറക്കുന്നില്ല. ഒരു ദാരിദ്ര്യം വിറ്റ് ഒരു എതിർ സ്ഥാനാർത്ഥി അന്ന് 2016 അവിടെ കയറി വരുന്നു. പിന്നീട് 2021 അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് 2 പരാജയങ്ങൾ. പക്ഷേ ആ പരാജയങ്ങളുടെ പേരിൽ അങ്ങേ ആളുകൾ ഇപ്പോഴും വേട്ടയാടുന്നു. എന്നൊക്കെ ഒരു കാര്യം പറഞ്ഞാലേ, ഞാൻ ഈ വലിയ വിധിയിലൊന്നും അങ്ങനെ വലിയ വിശ്വാസിയൊന്നുമല്ല. വിധിയുടെ കാര്യത്തിലൊന്നും അങ്ങനെ സത്യത്തിൽ. പിന്നെ ഞാനങ്ങനെ ഈ ജ്യോതിഷം നോക്കിയോ ഒന്നും നിൽക്കുന്ന ഒരാളുമല്ല. എനിക്കങ്ങനത്തെ ഏർപ്പാടുമില്ല. പക്ഷേ ഞാൻ ചിലപ്പോഴെനിക്കിത് വിധിയിൽ കുറേ വിശ്വസിച്ചേ പറ്റൂ എന്ന് എനിക്ക് തോന്നും. നമ്മൾ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയത്തിലെ ചില നിലപാടുകൾ, അവിടെ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ തലയിലേക്ക് വരും. അതിനെ തുടർന്നുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകാതെ സ്റ്റഡിയായിട്ട് നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും പലപ്പോഴും ഒരു ഭാഗത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങൾക്ക് നമ്മുടെ തലയിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഈ ചാനലുകളിൽ പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ മാണി സാറിനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാർക്കോഴയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു CPMകാരൊക്കെ അദ്ദേഹത്തെ അങ്ങ് ആക്ഷേപിച്ച് വലിച്ചൊട്ടിക്കുകയായിരുന്നു. കേരള കോൺഗ്രസിനെ പോലെ ഒരാളും വന്നിട്ടില്ല. കേരള കോൺഗ്രസിനെ സംസാരിക്കാൻ വന്നിരുന്ന ആൻ്റണി രാജുവൊക്കെ ഡബിൾ റോളിൻ്റെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. ഞാനന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആളാണ്. ഒരു പരിധി വരെ ജോസ് കെ മാണിക്ക് പോലും അറിയാവുന്നതാണ്. ഞാൻ ജോസ് കെ മാണിയായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട്, അത് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ഇടപെടലുകൾ പോലും മാണി സാറിൻ്റെ പേരിൽ ആക്ഷേപം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ നാട്ടിൽ കേരള കോൺഗ്രസ് മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര ഫൈറ്റ് നടക്കുന്ന സ്ഥലം. എൻ്റെ സഹപ്രവർത്തകർ പോലും എൻ്റെ നിലപാട് കണ്ടിട്ട് ശരിയല്ല, നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു മനസാക്ഷിയുണ്ട്. ഞാൻ ഒരാളെ, ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ടോപ്പ് ലീഡേഴ്സ് കേരള രാഷ്ട്രീയത്തിൽ അവരുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഇമേജ് നോക്കാതെ തന്നെ ഞാൻ അവർക്കൊക്കെ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാണ്. പിന്നെ കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയപ്പോഴത്തേക്ക് അവർക്കൊരു കഥ വേണമായിരുന്നു. രമേശ് ചെന്നിത്തല കേസെടുപ്പിച്ചു, മാണി സാറിനെ നിരപരാധിയെ കുടുക്കി. കാരണം CPMലേക്ക് പോകുമ്പോൾ, ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ അവർക്കൊരു ഞാൻ പറയുന്നത് ഇത് അതൊക്കെ വേറൊരു കാര്യം. ഇവർക്ക് കഥ വേണമായിരുന്നു. ആ കഥയ്ക്കകത്ത് വിശ്വസിക്കാവുന്ന ഒരു കഥയും ഉണ്ടാക്കി. പണ്ട് കാലം മുതലേ പാലായിൽ രാമപുരത്തും ഒക്കെ ജേക്കബ് സാറും മാണി സാറും തമ്മിൽ മത്സരം നടക്കുന്നു. നമ്മൾ ജേക്കബ് സാറിന് ഒരു ശിഷ്യനായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാലത്തും ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് വെറുതെ വയ്ക്കുക. പിന്നെ കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയം, പാലായുടെ രാഷ്ട്രീയം,
അവിടെയൊക്കെ വരുമ്പോൾ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഫൈറ്റാണ് നടക്കുന്നത്. നമ്മൾ കോൺഗ്രസിൻ്റെ നേതാവായി ജേക്കബ് സാറിനൊക്കെ ശേഷം പിന്നെ നമ്മളാണ് തലപ്പൊക്കമുള്ള ആളായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേരിലുള്ള വാശിയും വൈരാഗ്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് വാഴക്കൻ ഇതിനകത്ത് കളിച്ചു. ഞാൻ ആർക്കും ഇതിനെ കളിക്കുന്ന ആളല്ല, ഞാൻ സത്യവും നീതിയും വിട്ട് ഞാൻ പോകുന്ന ആളല്ല, എൻ്റെ സ്വഭാവം അതല്ല. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇതെല്ലാം എൻ്റെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. മാത്രമല്ല കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയപ്പോഴേക്ക് അവർക്ക് ആളുകളോട് പറയാൻ നല്ല വിശ്വാസയോഗ്യമായ ഒരു കഥ വേണം. ആ കഥയ്ക്കകത്ത് ഒരു നായകനാക്കി ഒരു വില്ലനാക്കി നമ്മളെയും കൂടെ വെച്ചു ഇതിങ്ങനെ പ്രചരിപ്പിക്കുക. ഈ കേരള കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വരെ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ഇത് നമുക്കതൊന്നും പലതും തുറന്നു പറയാനും പറ്റാതെ വന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് എല്ലാ ഡിസ്കഷനും നടന്നതാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ ചർച്ചയും നടന്നതാണ്. ഈ റോഷി എന്ന് പറയുന്ന ആൾ പിണറായി വിജയൻ കൈകാര്യം ചെയ്തതിൻ്റെ പേരിലാണ് അതിൻ്റെ പേരിൽ മൂവ് നടക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരിക്കലും പിണങ്ങാനോ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തെ പല കാര്യങ്ങളും ഞാൻ പറയാതിരുന്നത്. തിരുവിതാംകൂറിലെ ഈ രാഷ്ട്രീയത്തിനപ്പുറം ചില ബന്ധങ്ങൾ എല്ലാ കാലത്തും എല്ലാ നേതാക്കളും സൂക്ഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനതിൻ്റെ ബന്ധം. അതുകൊണ്ട് ഞാൻ ഇതാരും പ്രധാന നേതാക്കളല്ല പറയുന്നത്. ഇത് ചില ആളുകൾ സോഷ്യൽ മീഡിയ വഴി പറയുന്നു, അവരുടെ ചില കള്ള പ്രസിദ്ധീകരണങ്ങൾ വഴി എഴുതുന്നു, എന്നിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ വാമൊഴിയായിട്ട് ഇങ്ങനെ പല വഴിയിലൂടെ വിസ്പറിങ് ക്യാമ്പയിനായിട്ട് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ അതിനിടയ്ക്ക് വില്ലനായിട്ട് നമ്മളെ അവതരിപ്പിക്കുന്നു. നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിലേക്ക് വന്ന നീ അങ്ങനെ കാണിച്ചവനല്ലേ, ചുമ്മാ കേരള കോൺഗ്രസ്സുകാരാ, ഒരു കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് സത്യതാണെന്ന് അറിയാൻ മേലഞ്ഞിട്ടാണ് വെറുതെ എൻ്റെ തലയിലോട്ട് കയറിയിട്ടൊരു കാര്യമില്ല. ജോസ് കെ മാണിയോട് രഹസ്യമായിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ ചോദിച്ചു നോക്ക്, ജോസഫ് വാഴക്കൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. മറുവശത്ത് അങ്ങ് മൂവാറ്റുപുഴയിൽ പരാജയപ്പെട്ടതിന് ശേഷവും മൂവാറ്റുപുഴയിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ അങ്ങ് തുടർന്നു. അത് മൂവാറ്റുപുഴയിലെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ മാത്രമല്ല, പിന്നീട് മാത്യു കുഴൽനാടൻ അവിടെ MLA ആയതിനു ശേഷവും അങ്ങ് സജീവമായി ആ മണ്ഡലത്തിലെ അണികൾക്കൊപ്പം പ്രവർത്തകർക്കൊപ്പം അങ്ങ് ഒരുപാട് പ്രോഗ്രാമുകളിലെത്തുന്നു, ചെലവിടുന്നു. ഇത്രയധികമൊക്കെ കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ടോ? നമ്മളെ തോൽപ്പിച്ചൊരു മണ്ഡലമാണ്, നമ്മൾ തിരികെ നടന്നു. പിന്നീട് എന്തിനാണ് അവിടെ നമ്മുടെ സമയം, നമ്മുടെ യാത്രകൾ ഇത്രയധികം ചെലവിട്ടത്? ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബന്ധവും മുറിച്ച് കളയാൻ നിൽക്കാറുള്ളതല്ല. ഇന്നും മൂവാറ്റുപുഴക്കാരുടെ ഏതാവശ്യങ്ങൾ വന്നാലും ഞാൻ പറയാറുണ്ടല്ലോ, എന്താവശ്യങ്ങൾ വന്നാലും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ ഇടപെടാറുണ്ട്, ഞാൻ സഹായിക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന സ്വാധീനം ഉപയോഗിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുള്ള. എനിക്ക് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ വളരെ വൈകാരിക ബന്ധമുള്ളതാണ്. ഞാൻ ജനിച്ചിട്ടുള്ള നാടിനേക്കാൾ കൂടുതൽ എനിക്ക് വൈകാരിക ബന്ധമാണ്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായി MLA ആകാൻ അവസരം തന്നിട്ടുള്ള സ്ഥലമാണ്. ഞാൻ തോറ്റുപോയതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ 25,000 വോട്ടിക്കുള്ളിൽ ജയിക്കേണ്ട ഏറ്റവും പോപ്പുലറായ ഏറ്റവും വലിയ വികസനം നടത്തിയിട്ടുള്ള MLA ആണ് ഞാൻ. ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായി. കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ് അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. കേരള കോൺഗ്രസിനകത്ത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഫ്രാൻസിസ് ജോർജിൻ്റെ ഗ്രൂപ്പാണ് അവിടുത്തെ ഏറ്റവും വലിയ കേരള കോൺഗ്രസ്. അവർ പെട്ടെന്ന് മുന്നണി വിട്ടുപോകുന്നു, വേറെ ഒരുപാട് വിവാദങ്ങൾ വരുന്നു, ചില സാമുദായിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു. അവിടെ ഒരു കോളേജിൽ KSUക്കാർ സമരം നടത്തി അതിനെ കമ്മ്യൂണലാക്കി മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അതിനിടയ്ക്ക് പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. ആ 2-3 മാസക്കാലത്തോളം ഒരുപാട് ഈ ജിഷാവധം തുടങ്ങി സോളാർ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളെല്ലാം വരുന്നു. പിന്നെ കെ ബാബുവിനെതിരായ കേസുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ജോസഫ് വാഴക്കൻ അവിടെ സംരക്ഷിക്കുന്നു, ഇവിടെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സാ വാച അറിയാത്ത ഞാൻ ആരോട് വേണേലും വെല്ലുവിളിച്ച് ചോദിക്കുക. രമേശ് ചെന്നിത്തലയൊക്കെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരിക്കുമ്പം അനാവശ്യമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടു വന്ന് ഈ കേരളത്തിൽ ആരെങ്കിലും ഒന്ന് പറയട്ടെ. ഭരിക്കുന്നത് അങ്ങാണ് എന്നുള്ള തലത്തിലായിരുന്നു ഇവിടുത്തെ പ്രചരണം. അതിങ്ങനെ പറയുന്നതിന് വളരെ എളുപ്പമുണ്ടല്ലോ, കാരണം ഇത്രയും വലുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആഭ്യന്തരമൊക്കെ ഭരിക്കുന്ന പണിയാണെന്ന് എനിക്ക്. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ രമേശ് ചെന്നിത്തല എന്ന് പറയട്ടെ, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ലെന്നേ. എനിക്ക് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി ഞാൻ സംസാരിക്കും. അത് ഞാൻ അങ്ങനെയാണ്. എൻ്റെ അടുത്ത സ്നേഹിതരെ, എന്നോട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ള ആളുകൾ, ജീവിതത്തിൽ എന്നെ എന്തെങ്കിലും സഹായിച്ചിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ കാര്യത്തിൽ ഞാൻ സ്റ്റാൻഡാണ്. എൻ്റെ ബന്ധം, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം സുഹൃത്തുക്കളുള്ളത്. അവരുടെ കാര്യത്തിൽ ഞാൻ നിൽക്കും. അതല്ലാതെ ഒരു CPM നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതെങ്കിലും തലത്തിൽ ജോസഫ് വാഴക്കന് സീറ്റ് നിഷേധിക്കുമായിരുന്നു എങ്കിൽ മൂവാറ്റുപുഴ അടക്കം ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലം ഇടതുപക്ഷം ജോസഫ് വാഴക്കന് വാഗ്ദാനം ചെയ്തേനെയെന്ന്. അങ്ങേക്ക് അത്തരം എന്തെങ്കിലും ഓഫറുകൾ എത്തിയിരുന്നോ? ഞാൻ അതിനെക്കുറിച്ച് അവരൊന്നും എൻ്റെ അടുത്ത് പറയാനുള്ളൊരു ധൈര്യമില്ല. കാരണം ഞാൻ അതുപോലെ കോൺഗ്രസ് ആണല്ലോ, ഞാൻ അങ്ങനെ ഒന്നും നിൽക്കത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്നോട് നേരിട്ടൊന്നും അവരാരും ചോദിച്ചിട്ടില്ല.
ചോദിക്കാനുള്ള ധൈര്യവും ഇല്ല. അല്ല, കാരണം അവർക്കറിയാം ചില വർത്തമാനങ്ങൾ എനിക്ക് CPM-ഉമായിട്ട് CPM ഒട്ടനവധി നേതാക്കന്മാരെ ഇടതുപക്ഷത്തിൽ എൻ്റെ വളരെ ഈവൻ മൂവാറ്റുപുഴയിൽ എൻ്റെ ആത്മസുഹൃത്തുക്കളുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, പൊളിറ്റിക്കലല്ല. എന്നോട് അവർക്ക് ആർക്കും ചോദിക്കാനുള്ള ധൈര്യമില്ല. മൂവാറ്റുപുഴ എന്ന് ഞാൻ പറഞ്ഞില്ല, മൂവാറ്റുപുഴ എനിക്ക് ഏറ്റവും വലിയ വികാരപരമായ അടുപ്പമുള്ള സ്ഥലം തന്നെയാണ്. എന്നെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ പാവങ്ങൾ അവർക്ക് കുറേ അറിയാതെ തെറ്റിദ്ധരിച്ചും കുറേ കള്ളക്കഥകളും ഈ സോഷ്യൽ മീഡിയ ഇറങ്ങിയ കാലമാണ്, കുറേ കഥകളെല്ലാം പറഞ്ഞ് പക്ഷെ അതൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. 2016 2021 കാലഘട്ടത്തിൽ ചാൻസ് കിട്ടിയില്ല, കിട്ടാതെ പോയി. 21 വരെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവന്ന കേരളത്തിൽ ഈ ഏറ്റവും നമുക്ക് മോശമുള്ള സമയത്ത്, നമുക്ക് ട്രെൻഡ് എതിരായി നിൽക്കുന്ന കാലത്തെല്ലാം മിക്ക പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ജയിച്ച ഏക നിയോജകമണ്ഡലമായിരുന്നു ഈ ട്രാവൻകൂർ ഏരിയയിൽ. 2021 അത് മൂവാറ്റുപുഴ. അങ്ങേക്ക് ആ സീറ്റ് തിരികെ തരാത്തതിൻ്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കല്ലേ? അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ. PR ഏജൻസികളാണ്. PR ഏജൻസികൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പിന്നെ പ്രത്യേകമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല, അവരുടെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ്, ഒരു മാനിപ്പുലേഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. ജോസഫ് വാഴക്കൻ തോറ്റുപോകുമോ, അതിലൊക്കെ നേതാക്കൾ വീണ് പോകാവും, സ്വാഭാവികമായിട്ടും വീണ് പോകുമെന്ന്. നിങ്ങൾ എന്ത് വർത്തമാനമായി പറയുന്നത്? ഈ PR ഏജൻസികളുടെയൊക്കെ ശക്തി എന്താണെന്ന് പറഞ്ഞത്, ഇപ്പോൾ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കകത്തൊക്കെ ഇപ്പോൾ സീറ്റ് കിട്ടാനായിട്ട് അതിനുള്ള മാനിപ്പുലേഷനൊക്കെ നമ്മൾ PR ഏജൻസിയെ ഏൽപ്പിച്ചാൽ മതി. അവരതിന് വേണ്ടിയിട്ടുള്ള കഥകളുണ്ടാക്കും, ക്രിസ്റ്റേഷൻ ഉണ്ടാക്കും, പിന്നെ ഡൽഹിക്ക് മെയിലുകൾ അയക്കുന്ന ഒരു വലിയ ജോലിയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ കഥകൾ പറഞ്ഞ് കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെയാണ്, ഇവനിങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് മെയിലുകൾ അയക്കുക. ഒരുപാട് മെയിലുകളൊക്കെ ചെന്ന് ഇതൊക്കെ വായിച്ചു കഴിക്കുമ്പോഴത്തേക്കും തിരിച്ചൊരു മെയിൽ ചെല്ലാത്തപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നായിരിക്കുമല്ലോ ധരിക്കുന്നത്. മെയിൽ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലൊക്കെ ഈ രാഹുൽ ഗാന്ധി വീണ് പോകും. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇതിനൊക്കെ വേറെ ലീഡർഷിപ്പ് അവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇത് വായിക്കാനും സോർട്ട് ചെയ്യാനും റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ധാരണ ഈ മെയിൽ അയക്കുന്ന ആളുകൾക്കാണ് ഇത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, അതിന് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മെയിൽ അയക്കാനും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് PR ഏജൻസി ഏൽപ്പിച്ച് അതിൻ്റെ ചില്ലറയും കൊടുത്താൽ മതി. അവർ നല്ല മനോഹരമായ സാധനം എഴുതി നമ്മളെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ എതിരാളിയുടെ മൊത്തം കാര്യങ്ങൾ ടാർണിഷ് ചെയ്യാനും ഒക്കെയുള്ള പണികളുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടാണ് ചെയ്യുന്ന ഒരുപാട് പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മണി പൊളിറ്റിക്സ് ഉണ്ട്, ഒരു പരിധി വരെ ഉണ്ട്, ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. മണിയല്ല, ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരെ കുറിച്ച് നടത്തിക്കളയും. വളരെ സത്യസന്ധരായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒട്ടനവധി നേതാക്കന്മാർക്ക് ഈ പണി ഒന്നും അറിയാൻ മേലാത്ത ആളുകളുണ്ട്. അവർ പഴയ കാലത്തെ രാഷ്ട്രീയ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർ ജനങ്ങളുടെ ഇടയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. പൊളിറ്റിക്കലായി അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, പാർട്ടിയുടെ ഐഡിയോളജിയിൽ വിശ്വാസമുണ്ട്. അതിലൊക്കെ ഉറച്ചു നിന്ന് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതൊക്കെ പിന്തള്ളപ്പെട്ടു പോകും പുതിയ കാലഘട്ടത്തിൽ. നല്ല മനോഹരമായ മെയിലുകൾ അയക്കാൻ കഴിയുക, വേറൊരു പണിയും ചെയ്യണ്ട. ഇത്രയധികം വഞ്ചനകൾ നേരിടേണ്ടി വന്നിട്ടും എങ്ങനെ ഈ നേതൃത്വവുമായി അങ്ങേക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു? അത് നേതൃത്വമൊന്നും അല്ലെന്നേ, നേതൃത്വമൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ കാലഘട്ടം അങ്ങനെ, ഇതൊന്നും ഇല്ലാതെ ഒന്നും ഇപ്പം നിൽക്കാനും പറ്റത്തില്ല. സത്യസന്ധമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പഴയ കാലത്തെ പോലെ ത്യാഗവും കാണിച്ച് പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലും യാത്ര ചെയ്ത് നമ്മൾ ഒറ്റമുണ്ട് കൊടുത്ത് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ ഒരു വകതിരിവ് ഉമ്മൻചാണ്ടി കാട്ടിയിട്ടില്ലേ? അപ്പം അങ്ങനെ വലിയ ഉമ്മൻചാണ്ടി ഞാൻ ഒരുപാട് പഴയ കാലത്തേക്കുള്ള കാലമല്ലല്ലോ, ഈ ഒരു കാലഘട്ടം തന്നെയല്ലേ. അതെ. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കർക്കശമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല. ആ കാലമല്ലെന്നേ ഇതിപ്പോൾ. ഇവിടുത്തെ പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെയുള്ള സ്റ്റേറ്റ് ലീഡേഴ്സിന് പോലും ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അവിടെ പോയി ഇരിക്കുന്നതുകൊണ്ടാണോ എന്തോ വേണു അവിടെ പോയി പവർഫുൾ ആയി? വേണുവിനൊന്നും അതിൻ്റെ അകത്ത് ബന്ധമല്ല. വേണു ഒക്കെ എന്ന് വെച്ചാൽ വേണു സംഘടനയുടെ ചുമതലയുള്ള ആളെന്നുള്ള നിലയിൽ, അല്ലാതെ വേണു ഇതിൻ്റെ അകത്ത് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുന്ന ആളാണ്. അതൊന്നുമല്ല. ഇതിപ്പോൾ അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെയൊക്കെ കൈകൾക്കും ഒക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വലിയ മാനിപ്പുലേഷൻ ഉണ്ടായിക്കഴിയുമ്പോൾ, വലിയ ഈ പറയുന്ന ഇമെയിൽ വിപ്ലവമൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പോലും ഇതൊന്നും ക്ലിയർ ചെയ്യാനായിട്ടോ റെക്ടിഫൈ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുമെന്നേ. അതുപോലെയുള്ള ബുദ്ധിപരമായ ഓപ്പറേഷൻസാണ്
ഇത് ഞാൻ പറയില്ല, ഇതൊന്നും ഈ പറയുന്ന ആളുകൾക്ക് അവരവരുടെ ചില്ലറ കൊടുത്തേച്ച് അവർ വെറുതെ ഇരിക്കും. എന്നിട്ട് അതിനുള്ള ചില ഇൻപുട്സൊക്കെ കാര്യങ്ങളൊക്കെ വല്ലതും പറഞ്ഞു കൊടുക്കുമായിരിക്കും പരമാവധി. ബാക്കിയൊക്കെ അവർ തന്നെ അന്വേഷിച്ച് പിടിച്ച് ഓരോരുത്തരെ സംബന്ധിച്ചും അങ്ങോട്ട് വേക്കുന്നത് ഏത് പോയിന്റ് പറയുന്നതാണ്. ഓരോരുത്തർ ചിലപ്പോൾ ശരീരം ഇച്ചിരി കൂടുതലുണ്ടെന്നുള്ളതായിരിക്കും, അവിടെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്, ഇല്ലാത്ത അസുഖങ്ങളുടെ കഥയായിരിക്കും പറയുന്നത്, അതല്ലെങ്കിൽ അവിടെയുള്ള വേറെ കമ്മ്യൂണൽ കോമ്പിനേഷനെ സംബന്ധിച്ചുള്ള തെറ്റായ വിവരങ്ങളായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ സമുദായം മുഴുവൻ ഇവന് എതിരാന്നായിരിക്കും പറയുന്നത്, ഇന്ന സമുദായം മുഴുവൻ ഇവൻ്റെ അനുകൂലമാണെന്നായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ കഥകൾ പറയല്ലേ, അതല്ലല്ലോ. പലതും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതാണ് ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത്. അല്ല, ഇത്തരം വേദനകളൊക്കെ നേരിടുമ്പോൾ അങ്ങേക്ക് UDF തന്നെ അധികാരത്തിലെത്തണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം? 101%. നമ്മൾ അതിൻ്റെ പിറ്റേന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ. നമ്മൾ UDF ജയിച്ചിരിക്കും, യാതൊരു സംശയവും. ട്രെൻഡ് ഉണ്ട്. എങ്ങനെ കഴിയുന്നു ഒരു ഉള്ളു വിങ്ങുമ്പോൾ അതിന്? അങ്ങനത്തെ ഉള്ളു വിങ്ങാൻ ഞാൻ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് വലിയ സൗഭാഗ്യം വരും, ആ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നവർക്കേ ഉള്ളു വിങ്ങുള്ളൂ. എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലെന്നേ. ഇതൊരു രസമാണ്. ഇത് ഞാൻ 10-55 കൊല്ലമായി കൊച്ചുനാൾ മുതലേ, ഏതാണ്ട് 8ാം ക്ലാസ് മുതലേ ഞാൻ ഈ KSUവിൻ്റെ അകത്ത് വന്ന് ഇങ്ങനെ ഘട്ടം ഘട്ടമായി വന്നത്. ഇതൊന്നും ഞാൻ KSU സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആകുന്ന പോലും ഞാൻ ആഗ്രഹിച്ചത് പോലുമല്ല. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് എന്നെ അങ്ങ് ആക്കിയതാണ് സംസ്ഥാന ജനറൽ ബോഡി കൂടുമ്പം. അങ്ങനെ ഓരോ സ്ഥാനത്തും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ്. ഒരു MLA ആകാനും കഴിഞ്ഞു. ഞാൻ ജീവിതത്തെ സംബന്ധിച്ചും പൊളിറ്റിക്കൽ ലൈഫിനെ സംബന്ധിച്ചും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, എനിക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേരെ ലീഡർഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹവും അവരെന്നോട് കാണിക്കുന്ന മര്യാദയൊക്കെ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അല്ല, കഴിഞ്ഞ ദിവസം VD സതീശൻ, KC വേണുഗോപാലൊക്കെ അങ്ങയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, പ്രത്യേകിച്ച് VD സതീശൻ, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന നേതാവാണ്, എൻ്റെ നേതാവാണ്. VD സതീശൻ്റെ വാക്കുകൾ വലിയ ഒരു അല്ലെന്നേ. അതൊക്കെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ കാണുന്ന ഈ തലമുറയിൽപ്പെട്ടിട്ടുള്ള എല്ലാവരോടും ഒപ്പം അതിന് ഒരുപടി മുകളിലോ എൻ്റെ ചോരയും വിയർപ്പും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് വിട്ട് എങ്ങോട്ടും പോയി അല്ലത്ത്. കാരണം ഇത് എൻ്റെ പാർട്ടിയാണ്, പിന്നെ ഞാൻ അങ്ങോട്ട് അത് പോകുന്നു, വല്ലവർക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? വ്യക്തിപരമായി ബന്ധങ്ങൾ നിൽക്കുമ്പോൾ അതിനപ്പുറത്തെ ഒരു ഗ്രൂപ്പ് പോലെ ചില സമവാക്യങ്ങളിലുള്ള വിള്ളലുകൾ, അതൊക്കെ നമ്മുടെ കരിയറിനെ, പ്രത്യേകിച്ച് അങ്ങയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വത്തെ ബാധിച്ചു എന്ന് തിരിച്ചറിവ് വേണ്ടേ? അങ്ങനെ വലിയ കരിയറിനെ കുറിച്ചൊന്നും വലിയ വലിയ ബോധവാനൊന്നുമല്ല ഞാൻ. അതിനെക്കുറിച്ചുള്ള വലിയ ആശങ്കകളും എനിക്കില്ല. അതുകൊണ്ട് പിന്നെ എനിക്കത് പ്രശ്നമല്ലെന്നേ. അപ്പം പറഞ്ഞേ, എനിക്ക് ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കണം, ഈ പാർട്ടി വിട്ട് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല ഈ പാർട്ടി മാറുന്ന കാര്യം. ഇവിടെ 19 വർഷക്കാലം നമ്മുടെ ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതല്ലേ ഇവിടെ, നമ്മുടെ ചോരയും വേർപ്പും കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. എന്തുമാത്രം കഷ്ടപ്പാടുകൾ നമ്മൾ ഏതെല്ലാം തലങ്ങളിൽ. രമേശ് ചെന്നിത്തലയ്ക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, VD സതീശന് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അതുപോലെ കേരളത്തിൽ എത്ര നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നു എങ്കിൽ അവർ വെറുതെ ഇരിക്കുമായിരുന്നു? അതെനിക്കറിയത്തില്ല. അതിപ്പോൾ അവരവരുടെ സ്വഭാവത്തിൽ പെടുന്ന കാര്യമല്ലേ. ഇപ്പോൾ എനിക്കിപ്പോൾ അവരെന്ത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എത്ര സീറ്റ് കിട്ടും ഇക്കുറി UDFന്? ഉറപ്പായിട്ടും 90+ ഉറപ്പായിരിക്കും. അല്ല, ഏറ്റവും ഒടുവിൽ നെക്ക് ടു നെക്കാണ് എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. അതൊക്കെ പല മാധ്യമങ്ങൾ പറയുന്നല്ലേ. പല മാധ്യമങ്ങളും പിന്നെ അവരവരുടെ താല്പര്യങ്ങളനുസരിച്ചാണ് ഈ റിസൾട്ടൊക്കെ പുറത്തു വിടുന്നത്. ഞാൻ കൃത്യമാണ്, വടക്കൻ കേരളം, മധ്യ കേരളം, ഇത് രണ്ടും വലിയ ട്രെൻഡാണ്. കോട്ടയം ജില്ലയിൽ പോലും പിന്നെ ഞാൻ പറയാം, ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടൊന്നുമല്ല, UDF ട്രെൻഡാണ്. മാറ്റം ഉണ്ടാകണം, LDF പോകണം എന്നുള്ളൊരു വലിയ ചിന്തയാണ്. ദക്ഷിണ കേരളത്തിലെ ഒരു മത്സരം കാര്യമായി നടക്കുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു മുന്നേറ്റമായിരിക്കും UDFന് ഉണ്ടാകാൻ പറ്റുന്നത്. UDFന് നിരവധി സ്ഥാനാർത്ഥികളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. അവരൊക്കെ അവരുടെ മണ്ഡലത്തിൽ അങ്ങ് പ്രചരണത്തിനെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർ ക്യാമ്പയിനറായി ഇപ്പോൾ മാറി? അങ്ങനെയൊന്നുമില്ല. കാരണം സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനൊരു പ്രാധാന്യം കിട്ടും. സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടേതായ മേഖലകളിലൊക്കെ നമ്മൾ ഒരു മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ആളുകൾക്ക് പഴയതിനേക്കാൾ കുറച്ചുകൂടി സ്നേഹം ഉണ്ടാകും. കാരണം പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം, കാരണം പാർട്ടിക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചു. ഒരുപാട് വിളിക്കുന്നുണ്ടോ? എല്ലാവരും വിളിക്കുന്നുണ്ട്. അതിന് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, നമുക്ക് ഒരുപാട് പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് വന്നതിന് ഇന്ന് വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ട് വന്നതാണെന്നാണ്. ബാക്കി എനിക്ക് ഇഷ്ടംപോലെ ആളുകൾ എല്ലാ സ്ഥലത്തും എല്ലാ നിയോജക മണ്ഡലങ്ങളും വിളിക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് അറിയാവുന്ന മണ്ണല്ലേ ഈ പ്രത്യേകിച്ച് എറണാകുളം, ഇടുക്കി, കോട്ടയം, ഈ 3 ജില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ സ്ഥലവും വളരെ തറവായിട്ടുള്ള ബന്ധങ്ങളുള്ള സ്ഥലമാണ്. ഈ മുസ്ലിം സമുദായം ഇക്കുറി ഒറ്റക്കെട്ടായി UDFനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. മറുവശത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സർവാധിപത്യം,
ഇത് മറ്റു സമുദായങ്ങളെ, ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളെ ചുടിപ്പിച്ചിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും പ്രതിഫലനം ഉണ്ടാകുമോ? ഇതിന്ന് അതൊക്കെ വളരെ ആഗ്രഹങ്ങളാണ്. ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാവണമെന്ന്. അതല്ലാതെ വേറെ എന്ത് കാര്യം? മുസ്ലിം സമുദായത്തിന് അവരങ്ങനെ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, കൂടുതൽ അവകാശവാദം ഒന്നും ചോദിച്ചിട്ടില്ല. അവർ UDF അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ള ഒരു പരിധി വരെ സത്യമാണ്. അതല്ലാതെ അവരതിൻ്റെ അകത്ത് അതിൻ്റെ പേര് ഞങ്ങൾക്ക് ഇത് വേണം, അത് വേണം, കൂടുതൽ സീറ്റ് വേണം, മറ്റേ സീറ്റ് വേണം, അങ്ങനെ ഒന്നും. സത്യത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചയായിരുന്നു ഏറ്റവും സമാധാനപരമായിരുന്നു. ഒരു കുഴപ്പമില്ല, ഇല അനങ്ങുന്ന ശബ്ദം പോലും ആരും കേട്ടില്ല, ഒരു ചെറിയ ശബ്ദം പോലും. അവിടുത്തെ പ്രശ്നം സെറ്റിൽ ചെയ്തില്ലേ? അവർ കുറച്ചുകൂടെ വളരെ ബുദ്ധിപരമായി നിൽക്കുന്നുണ്ട്, അല്ലാതെ ഒരു പ്രശ്നവും അവരാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം PJ ജോസഫ് പറഞ്ഞു, ഏറ്റുമാനൂർ സീറ്റ് ഞാൻ വിട്ടുകൊടുത്തത് അത് ജോസഫ് വാഴക്കനാണ് എന്ന് ധരിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ സീറ്റ് ഒരിക്കലും വിട്ടുകൊടുക്കില്ലായിരുന്നു എന്ന്. അതില്ല, ജോസഫ് ഗ്രൂപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ പേര് പറഞ്ഞിരുന്നുള്ള സത്യമാണ്. അവരാണ് എന്നെ ആദ്യം വിളിച്ച് അങ്ങ് വിട്ടു തന്നിരിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കളാണ് എന്നോട് ആദ്യം പറയുന്നത് തന്നെ. അത് വേറൊരു കാര്യം. പക്ഷെ അത് ഞാൻ പറയും, കേരളത്തിലെ ഒരു നേതാവിനെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല. കേരളത്തിലെ ഇത് തീരുമാനിച്ചിട്ടുള്ള കോർ കമ്മിറ്റി എന്ന് പറയുന്നിട്ടുള്ളത് രമേശൻ അല്ല, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ്, ഇവർ 4 പേരുമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള കോർ കമ്മിറ്റിയിലുണ്ടായിരുന്നവർ. അതിൽ ഒരു നേതാവ് പോലും എനിക്കെതിരായിട്ട് നിന്നിട്ടുമില്ല, അവരാരും നമ്മളെ തള്ളി പറഞ്ഞിട്ടുമില്ല കേട്ടോ. സത്യമായിട്ട് ഇവർ ഇരിക്കുന്ന കോർ കമ്മിറ്റി യുനാനിമസ് ആയിരുന്നു. അതിനുശേഷം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ വെച്ച് ഇതിൻ്റെ മൊത്തം പല സ്ഥലത്തെയും മാറിയപ്പോൾ കോമ്പിനേഷൻ മാറിയപ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പുറത്തു പോകേണ്ടിയിരുന്നത്. അവിടെ ചില പരിഗണനകളും സാമുദായിക പരിഗണനകളും അതും പിന്നെ അതിൽ വേറെ ചില സീറ്റുകൾ ആദ്യമേ മാറിപ്പോയപ്പോൾ അതിനനുസരിച്ച് മൊത്തം ചേഞ്ച് വന്നതാണ്. ആ ചേഞ്ച് വന്നപ്പോഴത്തേക്കും അതിനകത്തൊരു ഇപ്പം മുകളിലത്തെ കമ്മിറ്റിയിലിരിക്കുന്ന എല്ലാവർക്കും പിന്നെ ജോസഫ് വാഴക്കനാൻ്റെ ഒരു സെൻറ്റിമെൻസൊന്നും അവർക്ക് ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അവർക്ക് ആ കോമ്പിനേഷൻ കറക്റ്റ് ആക്കുന്ന പരിപാടി. നമ്മുടെ മുന്നിൽ ഒരു അനുഭവം നിൽക്കുന്നു. പണ്ടൊരിക്കൽ K. ബാബുവിന് സീറ്റ് നിഷേധിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു മാതൃക നമുക്ക് മുന്നിലുണ്ട്. അല്ല, അങ്ങനെ ഇപ്പം ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും മരിച്ചു നിൽക്കുമോ? ഇപ്പോൾ രമേശ് ചെന്നിത്തല ആ കമ്മിറ്റിയിലില്ല. ഏതാ ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലുള്ള ആളല്ല, താഴെയുള്ള പിന്നെ സ്ക്രീനിങ് കമ്മിറ്റി വരെയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. എന്ന് വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന കമ്മിറ്റിക്കകത്തിരുന്നുകൊണ്ട് നിരുത്തരവാദപരമായിട്ടൊന്നും ആരും സംസാരിക്കണമെന്ന് ഞാൻ പറയുകയില്ല. അവർക്ക് പലർക്കും അങ്ങനെ സംസാരിക്കാനും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിനോട് അങ്ങേക്ക് ഒരു പ്രത്യേക വാത്സല്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ, വാത്സല്യത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വ്യക്തിപരമായ നല്ല ബന്ധമാണ്. പലതും ചിലപ്പോൾ നമ്മൾ എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പോലും നമുക്ക് സംരക്ഷിക്കാൻ പറ്റാതെ വരും. പല കോമ്പിനേഷനുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിസ്സഹായരായി പോകും. നമുക്ക് നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മയല്ലേ? എന്ത് പറയാൻ പറ്റത്തില്ല. നേതൃത്വത്തിൻ്റെ പല കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പല ആളുകളും ആഗ്രഹിച്ച ആളുകളുണ്ടായിരുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ഭരണം പോലും പോകുന്നത്. ഇപ്പോൾ കരുണാകരൻ ഒരിക്കൽ തൻ്റെ ഒരു ഏറ്റവും അടുത്ത അനുയായിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് നമുക്കറിയാം. ഒരു MP രാജ്യസഭ MP സ്ഥാനാർത്ഥിക്ക് വേണ്ടി അങ്ങനെ എത്ര അനുഭവങ്ങൾ മാതൃക. ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് അത് കുറെ കൂടെ പ്രസക്തമാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് അത്രയും ടീം ആയിട്ടുള്ള ഗ്രൂപ്പല്ല, വ്യക്തിഗത ഗ്രൂപ്പുകളാണ് കുറച്ചുകൂടെ ഉള്ളത്. അതല്ലാതെ മൊത്തത്തിലുള്ള പഴയ IA ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉണ്ട്, വ്യക്തി കേന്ദ്രീകൃതമാണ്. അത്രയാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്നേ. ആരിൽ നിന്നും അങ്ങനെ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് മരിച്ചു കളയുന്നൊന്നും എനിക്കങ്ങനെ ആരെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ജീവിതം ഇത്രയിനിടയ്ക്ക് എന്തെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. നമുക്കിതിനെക്കുറിച്ചൊരു പണ്ഡിത എന്താ പറയുക, നമ്മളൊരു പക്വതയും ഒക്കെ നമുക്കിതിനെക്കുറിച്ച് വരുമല്ലോ. ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും വരുമല്ലോ. ഞാൻ ഈ പാർട്ടി വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ മുഴുവൻ ഇതാറിവലാകുന്നു, മൂവാറ്റുപുഴ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂവാറ്റുപുഴയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഞാനുമായിട്ട് ആത്മബന്ധമുള്ളവരാണ്. ഞാൻ ആ മണ്ണിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുമാണ്. പക്ഷെ ഞാനവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു പണിക്ക് ഞാൻ പോയില്ല. കോൺഗ്രസ് അവിടെ ജയിക്കണം എന്ത് വില കൊടുത്തും. അതിനൊന്നും എനിക്ക് ഒരു മയവും ഇല്ല. ഞാൻ അതിനകത്തൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും എനിക്കില്ല. അത് ജോസഫ് വാഴക്കൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ആ അത്തരം കളിക്കൊന്നും ഞാൻ പോകില്ലെന്നേ. അതെൻ്റെ ഒരു ഉറച്ച വിശ്വാസം. കാരണം അത്രമാത്രം എനിക്ക് ഈ പാർട്ടിയായിട്ടുള്ള ആത്മബന്ധമാണ്. ഇത്ര കൊല്ലമായിട്ട് ഇന്ന് വരെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. CPM-ഉമായിട്ട് കോൺഗ്രസ്സിൽ ഇന്ന് കാണുന്ന പല നേതാക്കന്മാരും CPM മുന്നണി പോയിട്ടുണ്ട്. ഒരു കാലത്ത് ഏക്കാർ പോയിട്ടുണ്ട്. അതിനുശേഷം ലീഡറുടെ കൂടെ ഉണ്ടെന്ന് DAC-ക്കാർ പോയിട്ടുണ്ട്. അന്നേരം ഒന്നും ഞങ്ങളതിൻ്റെ ഭാഗമല്ല, ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വരെ കോൺഗ്രസ് ലൈൻ വിട്ടിട്ട് ഒരു ഭാഗത്തും
CPM-ഉമായിട്ട് ജീവിതത്തിൽ ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് അപ്പം നടത്തി. നേതാക്കളെ മാറ്റിപ്പിടിക്കുന്ന പരിപാടിയില്ല. അതൊന്നുമില്ലെന്നേ. ഇനിയിപ്പം ഏത് നേതാവിനെ മാറ്റിപ്പിടിക്കുന്നത്? സ്നേഹം എല്ലാവരോടും ഉണ്ട്, വ്യക്തിപരമായ എല്ലാവരോടും അടുപ്പമുണ്ട്. പ്രത്യേകിച്ച് ഒരാളോടും എനിക്ക് വലിയ മമതയൊന്നുമില്ല. എന്നുവെച്ചാൽ വലിയ ഇപ്പം രമേശ് ചെന്നിത്തല നമ്മൾ സുഹൃത്തെന്നുള്ള നിലയിൽ എൻ്റെ നേതാവായിരുന്നു. ആ നിലയിലുള്ള അടുപ്പം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് കാലത്തെ മുതലേ മറ്റുള്ളവരെ കൊല്ലാൻ നിൽക്കുന്ന ആളൊന്നും അല്ല. അത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമല്ലോ, അതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്നുള്ള ഇത്തരം കാര്യങ്ങൾക്ക്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്നതിനാണ്. മാത്രമല്ല, എനിക്ക് ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരെ മുഖത്ത് നോക്കി പറയുന്ന ആളുമാണ്. ആ നിലപാട് തന്നെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. അതെൻ്റെ ഒരു അന്തസ്സിൻ്റെ ഭാവമല്ലേ, നിൽക്കുന്നിടത്ത് നിൽക്കുക എന്നുള്ളത്. അല്ലാണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അറിയുമ്പോഴേ അയ്യോ എന്ന് പറയുന്നത് വെളുത്ത മുണ്ട് കാണുന്നിടത്തൊക്കെ തിടുക്കിടാൻ പറ്റുമോ? നമുക്ക് അത് പറ്റത്തില്ല. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ ജോസഫ് വാഴയ്ക്കൽ. നന്ദി, നമസ്കാരം.